നമസ്കാരം. കേരളം ഇന്ത്യയുടെ മുമ്പിൽ സാംസ്കാരികമായി നാണിച്ചു പോകുന്ന ഒരു വാർത്ത ഇന്നലെ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് മലയാള ഭാഷയെ സംരക്ഷിക്കാൻ കേരളനാട് എന്ത് ചെയ്തു എന്ന ചോദ്യമാണ്. മലയാള ഭാഷ ഭരണഭാഷയായി ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ബില്ല് കേരള സർക്കാർ പാസ്സാക്കിയിട്ട് 10 വർഷം കഴിഞ്ഞു. 2015 ഡിസംബർ മാസം 17 കേരളത്തിലെ അസംബ്ലി അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു. ആ ബില്ല് പാസ്സാക്കിയിട്ട് തീർച്ചയായിട്ടും നിയമസഭ പാസ്സാക്കുന്ന ബില്ല് ഗവർണർക്ക് അയക്കും. ഇന്നത്തെ പോലെ ഗവർണർമാർ വലിയ ആയിരുന്നില്ല. അന്നത്തെ ഗവർണർ സുപ്രീം കോടതിയിലെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് പി സദാശിവം ആയിരുന്നു. സദാശിവത്തിന് അയച്ചു. അദ്ദേഹം വളരെ മര്യാദക്കാരനും മാന്യനുമാണ്. പക്ഷേ അദ്ദേഹം ചെയ്തത് ആ ബില്ലിനെക്കുറിച്ച് ചെറിയ കൺഫ്യൂഷൻ. പക്ഷേ ഈ ബില്ല് അയക്കുമ്പോൾ തന്നെ, ബില്ല് പാസ്സാക്കി അയച്ച നിയമസഭയിലെ തന്നെ ഭരണകക്ഷിയിലെ തന്നെ പലരും ചൂണ്ടിക്കാണിച്ചു എന്ന് വാർത്തകൾ വന്നിരുന്നു. എന്തായാലും പി സദാശിവം ആ ബില്ല് മാത്രം രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതിക്ക് അയച്ചിട്ട് രാഷ്ട്രപതിയുടെ തീരുമാനമെടുക്കാൻ. കാരണം ആ ബില്ലിൽ അകത്തൊരു പ്രശ്നമുള്ളത്, കേരളത്തിലെ ഭരണഭാഷ സമ്പൂർണ്ണമായും മലയാളമാക്കണം. മലയാളമാക്കുമ്പോൾ ഇന്ത്യയിലെ ഈ കേരളത്തിൻ്റെ ചില അതിർത്തി പ്രദേശങ്ങളിൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് ജില്ലയിലെ ഒരു ഒട്ടും മോശമല്ലാത്ത ശതമാനം ജനങ്ങൾ കന്നഡ ഭാഷ സംസാരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇടുക്കിയുടെയും തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ഒക്കെ അതിർത്തി പ്രദേശങ്ങളിലെ ഒരു നിശ്ചിത ശതമാനമെങ്കിലും ആളുകൾ തമിഴ് സംസാരിക്കുന്നവരാണ്. ഇങ്ങനെ കന്നഡ തമിഴ് ന്യൂനപക്ഷങ്ങൾക്ക് ഈ ഔദ്യോഗിക ഭാഷ മലയാളമായാൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അങ്ങനെയാണെങ്കിൽ ഞാനത് ഒപ്പിടുന്നില്ല, പകരം രാഷ്ട്രപതിയുടെ ക്ലിയറൻസിന് വേണ്ടി അയച്ചു. 10 കൊല്ലമായി നമ്മുടെ രാഷ്ട്രപതിമാർ, എത്ര രാഷ്ട്രപതിമാർ മാറി വന്നു. 2015 മുതൽ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഇപ്പോൾ BJP അധികാരത്തിൽ വന്ന 10 കൊല്ലമായി. കാരണം 15 തൊട്ട് ഗവർണർമാർ മാറി വന്നു, എത്ര രാഷ്ട്രപതിമാർ മാറി വന്നു, ഇവിടെ എത്ര മുഖ്യമന്ത്രിമാർ മാറി വന്നു, ഗവൺമെൻറ്റുകൾ മാറി വന്നു. കേന്ദ്രത്തിൽ മാത്രമാണ് മാറാത്തത്. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെ ആ ബില്ലിൻ്റെ മേൽ നമ്മുടെ രാഷ്ട്രപതി അടയിരുന്നു. ഇന്നലെ അത് തിരിച്ചയച്ചിരിക്കുന്നു. അതാണ് വാർത്ത. തിരിച്ചു വന്നിരിക്കുന്നു. ഇനി തിരിച്ചു വന്നാൽ എന്തുകൊണ്ടായിരിക്കും തിരിച്ചയച്ചത്? ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഒരു ബില്ലിന്മേൽ അനിശ്ചിതമായി അടയിരിക്കാൻ പാടില്ല എന്നൊരു വിധി സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി വന്നു കഴിഞ്ഞ ഏപ്രിൽ മാസം 8 ആ വിധി നേടിയെടുത്തത് നമ്മളൊന്നും അല്ല കേട്ടോ. ഈ 10 കൊല്ലമായിട്ട് സ്വന്തം സംസ്കാരത്തിൻ്റെ ഭാഷയായ, സ്വന്തം അമ്മയുടെ ഭാഷയായ മാതൃഭാഷ രക്ഷിക്കാൻ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ആണിക്കല്ലായ മാതൃഭാഷയെ രക്ഷിക്കാൻ വേണ്ടി ആരും മാറി മരിച്ച ഗവൺമെൻറ്റുകളൊന്നും ഒരു കലാപവും സുപ്രീം കോടതിയിൽ കൂട്ടിയിട്ടില്ല. അവിടെ ഒരു വിധി കിട്ടിയത് ഈ കഴിഞ്ഞ ഏപ്രിൽ 8 വിധി വന്നത് തമിഴ്നാട് കൊടുത്ത കേസാണ്. തമിഴ്നാട് നിയമസഭ പാസ്സാക്കി അയച്ച ബില്ലുകൾ തമിഴ്നാട് ഗവൺമെൻറ്റിനെതിരായി കലാപം കൂട്ടിക്കൊണ്ടിരുന്ന അവിടുത്തെ രവി എന്ന ഗവർണർ ഒരു കാരണവുമില്ലാതെ രാഷ്ട്രപതിക്ക് അയക്കുന്നു. അല്ലെങ്കിൽ ഗവർണർ തന്നെ ബില്ലിൻ്റെ മേൽ അടയിരിക്കുന്നു. എന്നിട്ട് ഗവർണർ 5 കൊല്ലത്തിലേറെയായിട്ട് പാസ്സാക്കി അയക്കാതെ, തീരുമാനമെടുക്കാത്ത ബില്ലുകൾക്കെതിരായിട്ടാണ് തമിഴ്നാട് ഗവൺമെൻറ് പോയത്. ശക്തിയുക്തം തെളിവുകൾ നിരത്തി തമിഴ്നാട് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ വാദിച്ചതിൻ്റെ ഫലമായിട്ടാണ് തമിഴ്നാട് ഗവൺമെൻറ് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് വിധി വന്നത്. ആ വിധിയിലാണ് ചില തീരുമാനങ്ങൾ ഉണ്ടായത്. അത് പുതിയ നിയമമൊന്നുമല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു നിയമസഭ ഒരു നിയമം പാസ്സാക്കിയാൽ ഗവർണർക്ക് അയച്ചാൽ എത്രയും വേഗം തീരുമാനമെടുക്കണം. ഒന്നുകിൽ ഒപ്പിട്ട് അയച്ച് നിയമമാക്കണം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയച്ച് ക്ലിയറൻസ് ചോദിക്കണം. അതുമല്ലെങ്കിൽ ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകളുടെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിട്ട് വിശദീകരണം ചോദിക്കണം. ഇതൊന്നും ചെയ്യാൻ എത്രയും വേഗം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭരണഘടനയിൽ. പക്ഷേ ആ എത്രയും വേഗം എന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ടുപോകുന്നതിന് എന്ത് ന്യായമാണുള്ളത്? സുപ്രീം കോടതി പറഞ്ഞു അതിനൊരു നിശ്ചിത സമയം നിശ്ചയിക്കണം, പരമാവധി ഒരു 3 മാസം വരെ. വല്ല കാര്യമുണ്ടോ? എന്തുമാത്രം സ്റ്റാഫുണ്ട് ഓരോ ഗവർണർക്കും, എന്തുമാത്രം സ്റ്റാഫുണ്ട് നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ, എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടൊരു ബില്ലിന്മേൽ തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 3 മാസം വരെ ആവാം. അങ്ങനെ വിധി വന്നതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും നമ്മുടെ രാഷ്ട്രപതിക്ക് ഈ ബില്ല് തിരിച്ചയക്കേണ്ടി വന്നത്. അവിടെ ഉള്ള ബില്ലുകൾ മുഴുവൻ ബില്ലുകളും
തിരിച്ചയക്കാനെങ്കിലും രാഷ്ട്രപതി ഭവൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം സംസ്ഥാനത്ത് ഒരിക്കലും നിയമമാകാത്ത എത്ര ബില്ലുകൾ കിടക്കുന്നുണ്ടാകണം അവിടെ. കലാപം കൂട്ടാൻ തമിഴ്നാട് ഗവൺമെൻറ് പോയതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയെങ്കിലും വിധി വന്നത്. ആ വിധി ഇപ്പോൾ എല്ലാവർക്കും ബാധകമാണ് എന്ന് രാഷ്ട്രപതി ഭവനും മനസ്സിലാക്കി അങ്ങനെയാണ് തിരിച്ചയച്ചിരിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് സത്യത്തിൽ ഈ ബില്ലിനകത്ത് നമ്മുടെ ഈ 2015 ഡിസംബർ 17 നമ്മൾ പാസ്സാക്കി അയച്ച ബില്ല്, ആ ബില്ലിൻ്റെ പേര് മലയാളം ലാംഗ്വേജ് ഡിസമിനേഷൻ ആൻഡ് എൻറിച്ച്മെൻറ്റ് ബില്ല് 2015 എന്നാണ്. മലയാളം ലാംഗ്വേജ് ഡിസമിനേഷൻ ആൻഡ് എൻറിച്ച്മെൻറ്റ് ബിൽ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ വ്യാപനവും പരിപോഷണവും. മലയാള ഭാഷ ഭരണകൂടത്തിലേക്ക്, ഭരണത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കുക. 2, മലയാള ഭാഷയെ നമ്മൾ നിത്യജീവിതത്തിൻ്റെ ഭാഷയാക്കി പരിപോഷിപ്പിക്കുക. അത് 2ആണ്. ഡിസമിനേഷനും എൻറിച്ച്മെൻറ്റുമാണ് ബില്ല്. ആ ബില്ലിൽ എപ്പോഴെങ്കിലും മതന്യൂനപക്ഷങ്ങൾ ഭാഷാ ന്യൂനപക്ഷങ്ങളായ കന്നഡ ഭാഷക്കാർക്കും തമിഴ് ഭാഷക്കാർക്കും എന്തെങ്കിലും നിവേദനം അയക്കേണ്ടി വന്നാൽ, ഭരണകൂടത്തിന് അയക്കേണ്ടി വന്നാൽ, അത് അവരുടെ സ്വന്തം ഭാഷയിലോ ഇംഗ്ലീഷിലോ ഏതെങ്കിലും ഒരു ഭാഷയിൽ അയച്ചാൽ മതി എന്ന ബില്ലിൽ പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞിട്ട് ആ ബില്ല് തടസ്സപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഒരു കാരണവും പറയാതെ ആ ബില്ല് 10 കൊല്ലമായി തടഞ്ഞു വെച്ചു. ഇനി 10 കൊല്ലമായി തടഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ തിരിച്ചയക്കുമ്പോൾ എന്തെങ്കിലും കാരണം പറയണ്ടേ? ഈ കഴിഞ്ഞ ഏപ്രിൽ 8 വിധിയിൽ സുപ്രീം കോടതി പറയുന്നുണ്ട്, തിരിച്ചയക്കുകയാണെങ്കിൽ കാരണം ബോധിപ്പിക്കണം, അല്ലെങ്കിൽ ഇത്രയും കാലം പിടിച്ചു വെച്ചത് എന്തിനാണ് എന്ന് പറയണം. യാതൊരു കാരണവും ബോധിപ്പിക്കാതെ പഴയ ഫയല് പൊടി തട്ടി എടുത്തിട്ട് രാഷ്ട്രപതി ഭവനിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ കിട്ടിയിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത. ലജ്ജാകരം എന്ന് വേണം പറയാൻ. എന്താ ഈ സിറ്റുവേഷനിൽ എന്ത് അവസ്ഥയിലാണ്, എന്ത് കാരണത്താലാണ് ഈ സിറ്റുവേഷൻ ഉണ്ടായത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന് അടിസ്ഥാന കാരണം മലയാളിയുടെ ഒരു തക്ക സമയത്ത് ഉണരാത്തതിൻ്റെ കുഴപ്പമാണ്. 1956 ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത്. അന്നാണ് 1956 നവംബർ 1 കേരളവും ഉണ്ടാകുന്നത്. എന്നാൽ 1969 ഈ 56 രൂപീകരിച്ച എല്ലാ ഭാഷാ സംസ്ഥാനങ്ങളിലും ഈ ചോദ്യം വന്നു, ഭരണത്തിൻ്റെ ഭാഷ എന്തായിരിക്കണം? ആ ചർച്ചകൾ, നീണ്ട സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം 1969 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും തീരുമാനിച്ചു മാതൃഭാഷ ആയിരിക്കണം ഭരണഭാഷ. അപ്പം നമ്മൾ മാറിയെന്നു. ആലോചിച്ച് നോക്കൂ. 1969 ഭരണഭാഷ മാതൃഭാഷയാകണമെന്ന് കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും തീരുമാനിക്കുമ്പോൾ കേരളം തീരുമാനിച്ചില്ല. കേരളം 69 പറഞ്ഞത് ഇംഗ്ലീഷും മലയാളവും ഭരണഭാഷയാകാം എന്നാണ്. ഇംഗ്ലീഷും മലയാളവും ഭരണഭാഷയാകാം. അങ്ങനെ ഔദ്യോഗിക ഭാഷാ നിയമത്തിൽ ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ ഉപയോഗിക്കാം. ഇംഗ്ലീഷിനും മലയാളത്തിനും ഒരേ പ്രാധാന്യമാണ് നമ്മൾ കൊടുത്തത്. 2, അത് കഴിഞ്ഞിട്ട് 1973 ഒരു ഭേദഗതി ബില്ല് വന്നു. 1969 നമ്മൾ നിർമ്മിച്ച ഔദ്യോഗിക ഭാഷാ നിയമത്തിന് 1973 വന്ന ഭേദഗതിയിൽ പറഞ്ഞു ഇത് തന്നെ, ഈ 2 ഭാഷകൾ ഇംഗ്ലീഷോ മലയാളമോ. ഇംഗ്ലീഷും മലയാളവും ഒരുമിച്ചായിരുന്നു അതുവരെ. ഗസറ്റുകളൊക്കെ ഇറങ്ങിയിരുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുമിച്ചാണ് അന്ന് വരെ. 73 വന്ന ഒരു മാറ്റം എന്താ വെച്ചാൽ ഇനി ഇംഗ്ലീഷിലോ മലയാളത്തിലോ രണ്ടുമാവാം. ഒന്നുകിൽ ഇംഗ്ലീഷിൽ മാത്രം ഉത്തരവുകൾ ഇറങ്ങാം, അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രം ഇറങ്ങിയാലും ശരിയാണ്. ഇതിനെതിരാണ് 2015 ഈ ഇംഗ്ലീഷോ മലയാളമോ, ഇംഗ്ലീഷും മലയാളവും തുടങ്ങിയ പ്രയോഗങ്ങൾ. ഇംഗ്ലീഷ് പഠിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ലോകത്തിലെ ഏതെങ്കിലും ഭാഷ പഠിക്കാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഭരണഭാഷയായിട്ട് മാതൃഭാഷ മതിയും തീരുമാനിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അതില്ലാത്തത് കൊണ്ട് അതിനുവേണ്ടി, അതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് 2015 ആ ബില്ല് കൊണ്ടുവന്നത്. ആ ബില്ലാണ് ഗവർണർ പ്രസിഡന്റിനെ അയച്ചത്. ആ ബില്ലാണ് കഴിഞ്ഞ 10 കൊല്ലമായി പൂഴ്ത്തിവെച്ചത്. ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് ഈ തിരിച്ചയച്ച രാഷ്ട്രപതി ചെയ്തത് കുറ്റകരമാണ്. 10 കൊല്ലം പൂഴ്ത്തിവെച്ചത് തെറ്റാണ്. അതുകൊണ്ട് വേണമെങ്കിൽ രാഷ്ട്രപതിക്കെതിരായി കേസ് കൊടുക്കാൻ സുപ്രീം കോടതിയുടെ കീഴ്വഴക്കം വെച്ച് സുപ്രീം കോടതി കഴിഞ്ഞ ഏപ്രിൽ 8 പുറപ്പെടുവിച്ച വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ പോകാവുന്നതേ ഉള്ളൂ. നമ്മൾ പോകുമോ, പൊരുതുമോ? ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തൽക്കാലം കഴിഞ്ഞതൊക്കെ മറന്നിട്ട് 2015 മുതൽ 25 വരെ നമ്മൾ ഈ നിയമം പൊടിപിടിച്ച് രാഷ്ട്രപതി ഭവനിൽ കിടന്ന കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കി ആ കാലഘട്ടത്തിലെ കലണ്ടർ ചീന്തിക്കളഞ്ഞിട്ട് 2025 ഒരു പുതിയ അല്ലെങ്കിൽ ഭരണഭാഷാ നിയമം അടിയന്തരമായി കൊണ്ടുവരാൻ കേരളം തയ്യാറാകുമോ?
ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിയമമന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് തലങ്ങും വിലങ്ങും സംസാരിക്കുന്നുണ്ട്, കിടന്നും ഉണർന്നും ഉറങ്ങിയും ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സംസ്കാരം സംരക്ഷിക്കാൻ പലർക്കും സാധിക്കാത്തത് ഇത്രയും കാലമായി നമ്മുടെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ കാണിച്ച അനൗചിത്യം അല്ലെങ്കിൽ അലംഭാവം, അത് തിരുത്താൻ കിട്ടുന്ന ഈ അവസരം നമ്മുടെ ഗവൺമെൻറ് സമർത്ഥമായി വിനിയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.